ഹലോ, നമസ്കാരം. ഞാൻ ഞങ്ങളുടെ സ്വന്തം പാരിസാണ്. ഇത് എന്താ സംഭവം വെച്ചാൽ ഇന്നലെ ഞങ്ങളുടെ വടവഞ്ചേറങ്ങര ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും ഞാൻ മാറി നിന്നിട്ടാണ് കണ്ടത്. ഭയങ്കര സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. കഴിഞ്ഞ വർഷം വരെ എല്ലാ വർഷവും ഞാൻ മുമ്പിൽ നിന്നിട്ടാണ് വീഡിയോസൊക്കെ എടുക്കാറ്. ഈ വർഷം ഞാൻ കുറച്ച് ദൂരെ മാറി നിൽക്കേണ്ടതായി, മാസ്കൊക്കെ വെച്ച് പോകേണ്ടതായി, സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുറച്ച് ഓണാഘോഷമല്ലേ. ഞാൻ തൃശ്ശൂരുകാരി ആയതുകൊണ്ട് എനിക്ക് ഓണം, വിഷു, അതുപോലെ ഈ കാവടി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഏറ്റവും പിന്നെ തിരിക്കളി, അതുപോലെ കൈകൊട്ടുകളി, അങ്ങനെ പലതും. ശരിക്കും ആഘോഷങ്ങൾ ശരിക്കും ആഘോഷിക്കുന്നത് തൃശ്ശൂരുകാരെന്ന് ഞാൻ പറയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആഘോഷിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റേതായ രീതിയിൽ ഇതുവരെയും കണ്ടിട്ടില്ല. എന്തായാലും ഇന്നലെ ഞങ്ങളുടെ വളഞ്ചിറങ്ങരയിൽ ഓണാഘോഷ പരിപാടിയിൽ പലതര പരിപാടികളും, എന്താ പറയുക, കാവടി, അതുപോലെ തെയ്യം, പിന്നെ ഇങ്ങനെ കണ്ട രാത്രിയായപ്പോൾ ആ ലൈറ്റുകളൊക്കെ ഇറങ്ങി ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. നല്ല ജനക്കൂട്ടമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ റോഡിൻ്റെ ഇപ്പുറയാണ് ഞാൻ നിന്നത്, അതുകൊണ്ട് അടുത്തുനിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കാവടിയാട്ടമാണ്. അവരെ ഒരേപോലെ നല്ല ആ ഒരു ആട്ടത്തിനും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വളയഞ്ചിറങ്ങരയിൽ ജാതി മത ഭേദം അങ്ങനെ ഒരു ഇതില്ല, മനസ്സിലായോ? അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം. കാരണം കോലുകളി, മറ്റേ നമ്മുടെ പയ്യന്മാരെ, നമ്മുടെ മുസ്ലിം ഒരു കോലുകളി ഉണ്ടാകും. അതൊക്കെ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാണ് നമുക്കല്ലേ. നമ്മൾ ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലേ. ആകെ 2 ജാതിയേ ഉള്ളൂ, ആണും പെണ്ണും, അല്ലേ. അതിനെ ഈ നമ്മൾ ജനങ്ങളാണ് മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞെല്ലാം മാറ്റിയത്. അപ്പം അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമുക്കൊരു നല്ലൊരു നിമിഷം ദൈവം തരുന്ന ഓരോ നിമിഷങ്ങൾ നമ്മൾ ആഘോഷിക്കുക, സന്തോഷിക്കുക. കിട്ടുന്ന സമയം നമ്മൾ ഭൂമിയിൽ ഇത്ര സമയം നമ്മൾ ജീവിക്കാനുള്ള അനുമതി വേണ്ടത്. ആ നിമിഷം നമ്മൾ വളരെയധികം സന്തോഷിക്കുന്ന നിമിഷം, കിട്ടുന്ന നിമിഷങ്ങൾ സന്തോഷിക്കുക. അതുപോലെ തന്നെ സന്തോഷം നമുക്ക് മാത്രം വരാം, മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കുക. മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ എന്താ പറയുക, സന്തോഷിക്കാതെ അവരുടെ വേദനയിൽ പങ്കുചേരുക. ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം, അല്ലേ. അതും എല്ലാം ഓർക്കുക. അപ്പം ഈ വർഷത്തെ ഓണം, എനിക്ക് ഓണമില്ല, കാരണം എനിക്ക് ന്യൂമോണിയ ഒക്കെ വന്ന് ഞാൻ 10 ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്